ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ സംവിധാനം സേനാവ്യൂഹത്തിന് സമാനമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. HMTA സുവർണ ജൂബിലി വാർഷിക പൊതുയോഗം വെള്ളയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഞാനിതിനെ സത്യത്തിൽ ആത്മാർത്ഥമായി പറയട്ടെ, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഈ സംവിധാനം ഒരു സേനാ വ്യൂഹത്തിന് തുല്യമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യമായിട്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ, രംഗത്ത് വരാൻ, പുറത്തിറങ്ങാൻ, ഓടാൻ, സഹകരിക്കാൻ ഒക്കെ ധൈര്യം കാണിക്കുന്ന വിഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ആവശ്യ സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒരു സേനയായി ഈ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ നിലനിൽക്കുന്നു. ഇതിനി ശക്തമായി നിലനിൽക്കട്ടെ. മുല്ലപ്പെരിയാർ ഡാം പണിയണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും എന്നാൽ ആളുകളിൽ ഭീതി ജനിപ്പിക്കുന്ന പ്രചരണം ശരിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അംഗങ്ങളുടെ കുട്ടികളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്ഥാപക പ്രസിഡന്റ് കോര കുര്യൻ ചിറക്കപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോമെന്റുകളും, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. യോഗത്തിൽ വെച്ച് ഡീൻ കുര്യാക്കോസ് MP ചികിത്സാ സഹായ നിധി വിതരണം ചെയ്തു. HMTA പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK ബാലചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക പൊതുയോഗത്തിൽ മേലച്ചിന്നാർ, കരിമ്പൻ, മുരിക്കാശ്ശേരി, വലിയതവാള, പുറ്റടി തുടങ്ങിയ യൂണിറ്റുകളിലെ ഭാരവാഹികളും പങ്കെടുത്തു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വിപുലമായ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകിയത്. HMTA ഭാരവാഹികളായ ലൂക്ക ജോസഫ്, ബിജു മാധവൻ, സണ്ണി ജോർജ്, KB രാജേഷ്, നോബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.